ഷാബു അങ്ങനെ പറഞ്ഞു തോന്നുന്നു. ഓളത്തിൽ പറയുന്നതായിരിക്കും. ഓളത്തിലൊന്നുമല്ല. അതായത് ഒരു ദിവസം മാത്രം 5 ലക്ഷം രൂപയുടെ നെയ് വിറ്റ് എന്നത് കയ്യോടെ വിജിലൻസ് പിടിച്ചു. ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുള്ളതാണ് ഇതുപോലെ ടിന്നുകളിലാക്കി നെയ് വിൽക്കരുത്. ആ ടിവിയുടെ ഓളിയൊന്ന് കൂട്ടുകാരാ. മഞ്ജുഷ, എനിക്ക് ഇതിന്റെ അകത്ത് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. ഞാൻ ഇതിന്റെ വിദഗ്ധനല്ല. ഞാനൊരു വിദഗ്ധനാ. ഞാൻ പന്തളം സ്വദേശിയാണ്. അത്യാവശ്യം ഈ ശബരിമല അയ്യപ്പനുമായിട്ടും പന്തളം കൊട്ടാരമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ കുറെ കാലത്തെ അനുഭവമുണ്ട്. അത് വെച്ച് ഞാൻ പറയുകയാണ്, അത് വെച്ച് ആർക്കും നിഷേധിക്കുക, ഇതെല്ലാവർക്കും നോൺ ഫാക്റ്റാണത്. ഈ മേൽശാന്തി ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തന്നെ ഒരു കൊള്ളസംഘമാണത്. അതിലെ ഈ മേൽശാന്തി നിയമനം എന്ന് പറയുന്നത് എല്ലാ നിയമനങ്ങൾക്കും പൈസ വാങ്ങിയിട്ടും കൈക്കൂലി വാങ്ങിയിട്ടുമാണ് അവിടെ നടക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിലാക്കരുത്. ഈ മേൽശാന്തി നിയമനത്തിന്റെ അകത്ത് നല്ല രസകരമായ ഒരു കാര്യമുണ്ട്. ഒരു 90കളിലൊക്കെ ഈ അവസാനത്തെ നറുക്കിന്റെ അകത്ത് കയറാൻ 10 ലക്ഷമോ 15 ലക്ഷമോ മറ്റോ ആയിരുന്നു കൈക്കൂലി കൊടുക്കേണ്ടിയിരുന്നത്. അതിന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അതന്നെ. ഇപ്പൊ അത് എത്ര ആയി കാണുമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അതിനെക്കാട്ടും പല മടങ്ങ് കൂടിയിട്ടുണ്ടാകും. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ. സേവനം, വെറും സേവനം. ഇത്രയും വലിയ കൈക്കൂലി കെട്ടുകണക്കിന് കൊടുത്തിട്ടാണ് ഇവന്മാര് നറുക്കിന്റെ അകത്ത് കയറുന്നത്. നിന്റെ കത്ത ഞാൻ കഴിക്കും. കുറെ നാളായി നീ ആ നറുക്കിന്റെ അകത്തുനിന്ന് എല്ലാവർക്കും പൈസ കൊടുക്കും. എന്നിട്ട് എനിക്ക് തോന്നുന്നു നറുക്ക് കിട്ടാത്തവർക്ക് തിരിച്ചു കൊടുക്കുവോ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ചെയ്യും. അതിനാ നാറി മാന്തിയ നമുക്കൊന്നും കിട്ടൂല. നേരെ മറിച്ച് 25,000 രൂപയാണെങ്കിൽ 15,000 രൂപ മാന്തിയാലും ബാക്കി 10,000 രൂപ ഉണ്ട്. 5 രൂപ വെച്ച് നമുക്ക് വീതിച്ചെടുത്തൂടെ? ഇങ്ങനെയൊക്കെയാണ് ഈ മേൽശാന്തി നിയമനം എന്ന് പറയുന്നത് ശബരിമലയിൽ നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് അവിടെ ആ ക്ഷേത്രവുമായിട്ടും അവിടുത്തെ കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് അതിന്റെ ഗൗരവം മനസ്സിലായ? എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഉദ്യോഗസ്ഥര്, കമ്മീഷണറ്, തന്ത്രി, മന്ത്രി എല്ലാവരും ഇതിന്റെ അകത്ത് ഈ കൊള്ളസംഘത്തിന്റെ ഭാഗമാണ്. പൊളിക്കാൻ കുറെ സമയം എടുക്കും. എനിക്കതിൻ്റെ അകത്ത് ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. ഒരു സർപ്രൈസിങ്ങും ഇല്ല ഇതിന്റെ അകത്ത്. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെയാണെങ്കിൽ ED പ്രസാദ് നമ്പൂതിരിക്ക് രേഖകൾ സഹിതം പുറത്തു വന്ന സ്ഥിതിക്ക് ED പ്രസാദ് നമ്പൂതിരിക്ക് ഇനി ശബരിമല മേൽശാന്തിയായി തുടരാൻ യോഗ്യതയുണ്ടോ? കാരണം ശബരിമല മേൽശാന്തി തന്നെയാണ് വ്യാജരേഖകൾ ഹാജരാക്കി മേൽശാന്തി നിയമനം നേടിയിരിക്കുന്നത്. ഭക്തരുടെ വികാരം വ്രണപ്പെടാൻ ഇതിൽ കൂടുതൽ എന്താണ് ഉള്ളത്? ഭക്തരുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന, അയ്യപ്പ ഭക്തർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അതിൽ കൂടുതൽ അന്വേഷണം വേണം. കൂടുതൽ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ നിലപാടറിയണം. ശ്രീ ഷാബു പ്രസാദ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതിൽ എന്താ പറയുക, എലിമെന്റ്സ് ഓഫ് ട്രൂത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് പലപ്പോഴും സംഭവിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ആൾക്കാർ രാഷ്ട്രീയ സ്വാധീനത്തിനും മറ്റും വഴങ്ങി കാശ് മേടിക്കുന്നതിന് പകരം ചെക്കായിരുന്നു മേടിച്ചത്. ഏകദേശം 2000 വരെ, 2000ന്റെ പകുതി അല്ലെങ്കിൽ 2005-6 കാലഘട്ടം വരെ ഈ പ്രാക്ടീസ് തുടർന്നിരുന്നു. അതായത് ചെക്ക് മേടിക്കും, 10-9 പേരുടെ ചെക്ക് മേടിക്കും, എന്നിട്ട് കിട്ടിയ ആളുടെ ആ ചെക്ക് അവരുടെ കയ്യിൽ വെക്കും, ബാക്കിയെല്ലാം തിരിച്ചു കൊടുക്കും. പക്ഷെ എല്ലാരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തന്ത്രിയോ ബാക്കിയുള്ളവരോ ഒന്നും ഇതിൽ ഇൻവോൾവ് അല്ല. ദേവസ്വം ബോർഡുകാർ പലപ്പോഴും ചെയ്യുന്നതാണ്. നേരെ തിരിച്ച് ഇത് ക്ലീനപ്പ് ചെയ്യാൻ ഏറ്റവും ഇനീഷ്യേറ്റീവ് എടുത്തത് ഷാബു പറഞ്ഞത് തന്ത്രിയും ഇൻവോൾവ് ആണെന്നാണ് അല്ലേ? ഷാബു അങ്ങനെ പറഞ്ഞു തോന്നുന്നു. ഓളത്തിൽ പറയുന്നതായിരിക്കും. ഓളത്തിലൊന്നുമല്ല. എന്തെങ്കിലും തെളിവുണ്ടോ? ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശി പൂശോടാ. അച്ഛനാണ് അമ്മാവനാണെന്നല്ല, ഹിന്ദു വിശ്വാസങ്ങൾ പ്രകാരം അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. അത് ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കുന്ന ശബരിമല തന്ത്രി എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അച്ഛൻ തന്നെയാണ്. അത് അടിസ്ഥാനപരമായ ഹിന്ദു വിശ്വാസത്തെ കുറിച്ച് അറിയുന്നവർക്കറിയാം. അയ്യപ്പന്റെ മാത്രമല്ല, ഏത് അമ്പലത്തിലെ തന്ത്രിയാണോ അവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠയുടെ പിതാവാണ്. എന്നെ ഇങ്ങോട്ട് ചെയ്യാൻ
അത് എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാന്ന് വിശ്വാസം പറഞ്ഞാ. ഒന്നും പഠിപ്പിക്കണ്ട. അതുകൊണ്ട് എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ എന്നെ പറഞ്ഞാ. നിങ്ങൾക്ക് ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ അവിടെ കേട്ടില്ല. ശബരിമല കേട്ടില്ലേ? തിരിച്ച് കേൾക്കാനുള്ള മര്യാദ കാണിക്കണം. ശരി, രാഹുൽ പറയട്ടെ. അല്ല, അത് ഫ്ലോയിൽ പറഞ്ഞതല്ല എന്ന് ശ്രീ ഷാബു പറഞ്ഞു കഴിഞ്ഞു. ശരി, അല്ല, രാഹുൽ പറയട്ടെ. രാഹുലെ, ഇതിൽ അവസാനം ദേവസ്വം ക്ലിയറൻസും ഇക്കാര്യത്തിൽ കിട്ടിയിരുന്നു കേട്ടോ, ED പ്രസാദ് നമ്പൂതിരിക്ക്. അതുകൊണ്ട് ഷാബു പ്രസാദ് ഇനി സംസാരിക്കുമ്പോൾ ഞാൻ പാളം വെച്ച് കാണിക്കാം. നിങ്ങളും സംസാരിക്കുന്നതിന്റെ ഇരട്ടി പാളം വെച്ച് കാണിക്കാം. അല്ല, രാഹുലെ വേണ്ട, രാഹുൽ സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. മര്യാദ മര്യാദക്ക് കേൾക്കണം. ശരി, രാഹുൽ പറയൂ. രാഹുൽ ഇത് തിരിച്ചു കേൾക്കാനുള്ള മര്യാദ വേണം. പകുതി സത്യങ്ങളും അർത്ഥസത്യങ്ങളും പറഞ്ഞ് സംസാരിക്കരുത്. ശ്രീ മഞ്ജുഷ, എന്റെ സമയമാണ്. രാഹുൽ പറഞ്ഞോളൂ. തിരിച്ചു പാളം വെക്കാൻ അറിയാം. രാഹുൽ പറയൂ. അതുകൊണ്ട് ഇത് എന്താ പറയണേ, അർത്ഥസത്യവും പകുതി സത്യവും അറിഞ്ഞിട്ടൊന്നും കാര്യങ്ങൾ ആൾക്കാർ സംസാരിക്കരുത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിരുന്ന ശ്രീ ജി സുധാകരൻ ഇതിൽ വലിയൊരു രീതിയിൽ എഫേർട്ട് എടുത്തിരുന്നു. അങ്ങനെ അത് കാര്യമായിട്ട് ക്ലീനപ്പ് ചെയ്തു. പരിപൂർണ കമ്മീഷൻ അടക്കം വരികയും ഈ ദേവസ്വം ബോർഡിന്റെ തെറ്റായ ഇടപെടലുകളെ ഒരുപാട് എക്സ്പോസ് ചെയ്യുകയും മറ്റും ചെയ്തു. അതുകൊണ്ട് എല്ലാവരും കള്ളന്മാരാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ചില കള്ളന്മാരുണ്ടാവും. സ്ട്രക്ചറലായി കുറെ ഇതിൽ ക്ലാരിഫിക്കേഷൻ വേണം, അല്ലെങ്കിൽ മാറ്റം വേണം. എന്തൊക്കെയാണ് വേണ്ടത്? ശ്രീ പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി ആയിരിക്കുന്ന വ്യക്തി, അദ്ദേഹം നേരിട്ട് ഇതിൽ ഇൻവോൾവ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ദേവസ്വത്തിന്റെ വിജിലൻസിനും അവരുടെ പോലീസിനും തെറ്റുപറ്റിയതാണോ, തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അല്ല, മേൽശാന്തിക്ക് എങ്ങനെയാണ്? അല്ല, മേൽശാന്തി ഇൻവോൾവ് അല്ലാതെ വരുന്നത് എങ്ങനെയാണ്? കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ ഖണ്ഡിക 4 പ്രകാരമുള്ള 4ാമത്തെ വ്യവസ്ഥ അത് പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമല്ലോ. താൻ എവിടെയാണ് മേൽശാന്തിയായി ജോലി ചെയ്തിരുന്നത്? നിലപാട് നിങ്ങൾ അന്വേഷിക്കണം. അല്ല, മേൽശാന്തിയായി ജോലി ചെയ്തിരുന്നത് അവിടെ എത്ര പൂജകൾ ദിവസേന ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതല്ലോ. ഉദാഹരണത്തിന് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മേൽക്കാവും കീഴ്ക്കാവും തമ്മിലുള്ള വ്യത്യാസം. അദ്ദേഹത്തിന്റെ ഒരു മറുപടി വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പ്രതികൂട്ടിലാക്കുന്നതിൽ അർത്ഥമില്ല. അതാണ് ഒന്ന്. രാവിലെ ജയകുമാർ സാറിനോട് ന്യായീകരിക്കുകയാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. താങ്കൾ മേൽശാന്തിയെ ന്യായീകരിക്കുകയാണല്ലോ. അപ്പോൾ അല്ലല്ലോ, ആര് ന്യായീകരിച്ചു? അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഈ രേഖകൾ സംസാരിക്കുന്നുണ്ടല്ലോ. രാഹുൽ, താങ്കൾ ഈ രേഖകളിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, രേഖകൾ കണ്ട് വളരെ ക്രെഡിബിൾ ആയിട്ടാണ് തോന്നുന്നത്. ദേവസ്വം ബോർഡിന് പ്രത്യേക ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ മറികടന്നു എന്നാണ് ലഭ്യമായ വിവരങ്ങൾ കൊണ്ട് തോന്നുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അപ്പോ കാടടച്ച് വെടിവെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അമ്പലങ്ങളിലെല്ലാം മോശമാണെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. ദേവസ്വം വിജിലൻസ് കണ്ണടച്ചതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് വന്ന, അതായത് ബാക്ക്ഗ്രൗണ്ട് ചെക്കിലും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും ഇത് ചെയ്യാൻ തന്ത്രിമാർക്കോ ബാക്കിയുള്ള എക്സ്പേർട്സോ താന്ത്രിക എക്സ്പേർട്സിനോ ഒന്നും കഴിയില്ല. ഫസ്റ്റ് സ്റ്റേജ് ആരാ ചെയ്യേണ്ടത്? ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ആരാ ചെയ്യേണ്ടത്? പോലീസുകാരാണ്. അത് വേണ്ട രീതിയിൽ അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? ഇത് വ്യാപകമായൊരു പണം കൊയ്യുന്നൊരു സംവിധാനമായി ഇതിന് മാറ്റുന്നുണ്ട് ഇവര്. കാരണം ഈ ED പ്രസാദ്, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ED പ്രസാദ് മേൽശാന്തിയായി നിയമിതനായി ആദ്യത്തെ ആഴ്ച തന്നെ വിജിലൻസ്, ശബരിമല വിജിലൻസ്, ദേവസ്വം വിജിലൻസ് അദ്ദേഹത്തെ കയ്യോടെ ഒരു കാര്യത്തിൽ പിടിച്ചിരുന്നു. അതായത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, അന്ന് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്ന ഒരു ദിവസമായതുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. അവിടുത്തെ നെയ്യ് അദ്ദേഹം ടിന്നുകളിലാക്കി, കുപ്പികളിലാക്കി 100 രൂപയ്ക്ക് വിറ്റുവെന്ന്. അതായത് ഒരു ദിവസം മാത്രം 5 ലക്ഷം രൂപയുടെ നെയ്യ് വിറ്റ് എന്നത് കയ്യോടെ വിജിലൻസ് പിടിച്ചു. പിന്നീട് അദ്ദേഹത്തിന് താക്കീത് നൽകി. കാരണം ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുള്ളതാണ് ഇതുപോലെ ടിന്നുകളിലാക്കി നെയ്യ് വിൽക്കരുതെന്ന്. അങ്ങനെ ഒരു ക്രമക്കേട്, അതായത് ആദ്യത്തെ ആഴ്ച തന്നെ ലക്ഷങ്ങളുടെ കച്ചവടം ഒരു മേൽശാന്തി നടത്തിയെന്ന് പറയുമ്പോൾ നീ കുറെ നേടുന്നുണ്ടല്ലോ. മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം അദ്ദേഹം അതെന്തായി ടോം? അത് പിന്നീട് ആ സംഭവം എന്തായി മാറി? അല്ല, ഈ അന്വേഷണം എങ്ങോട്ട് പോയി? അദ്ദേഹത്തിന് താക്കീത് നൽകി. പിന്നീട് വിൽക്കാൻ പാടില്ല, കുപ്പികളാക്കി വിൽക്കാൻ പാടില്ല. ശരി, രാഹുൽ കൂടി ചേരുന്നുണ്ട്. രാഹുൽ, തന്ത്രിയും കണ്ണടച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. നിന്റെ അച്ഛനും അമ്മാവനും നാട്ടുകാരെ വിഴുങ്ങുന്നു, വെളിച്ചപ്പാടവരെ മൂടോടെ വിഴുങ്ങുന്നു, അത്രേ ഉള്ളൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.